ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എൻ്റെ വീട്ടിലുള്ള കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ രാവിലെ തൊട്ടുള്ള വീഡിയോസാണ് എടുക്കുന്നത്. ഇതേ വൈകുന്നേരം ഇവിടെ നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പകൽ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്നലെ പകലൊന്നും വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഇന്ന് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തേങ്ങയൊക്കെ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം വൈകുന്നേരം നമ്മൾ നല്ല മഴ വന്നു. വൈകുന്നേരം ഒരു 4-4:30 ആയിരുന്ന ഒരു സമയത്ത് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് കരുതി. പക്ഷേ മഴ പറ്റിച്ചു, പെയ്തില്ല. നല്ല ഇടി വെട്ടി കാറ്റൊക്കെ അടിച്ചു. ആ കാറ്റ് ആ മഴയെ കൊണ്ടുപോയി. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് മഴ വരുന്നത് കണ്ട ഒരു സമയത്ത് വേഗം നമ്മളിത് ഓടിൽ നിന്ന് വീഴുന്ന വെള്ളം വീണിട്ട് നമ്മൾ മുറ്റം ഇങ്ങനെ പൊളിഞ്ഞു പോവാറില്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് വേഗം ചാക്കൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മഴ വരുന്നത് കണ്ടപ്പോൾ. പക്ഷേ മഴ പെയ്തില്ല. പിന്നെ അതിന് ശേഷം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ മുറ്റം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. തേങ്ങ ഇട്ടത് കാരണം അടിച്ചു വാരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പിന്നെ മഴ വന്നു കണ്ടപ്പോൾ ഞാൻ വേഗം ചാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 5 മണിക്ക് ശേഷം അടിച്ചു വാരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഇട്ടിരിക്കണ ചാക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ അപ്പൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പോയി കഴിഞ്ഞില്ല. പിന്നെ വെയിലും കാര്യങ്ങളൊന്നുമില്ല, പൊടി പാറുന്നില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ അടിച്ചു വാരാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ വീണ്ടും നമ്മൾ ഈ ചാക്കൊക്കെ അവിടെ വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കട്ടെ. അതിനിടയ്ക്ക് അപ്പുറത്ത് തൊടിയിൽ നിന്ന് തേങ്ങടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താത്ത അവിടെ വന്നിട്ട് മട്ടലും തേങ്ങയൊക്കെ പെറുക്കി കൂട്ടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിക്കൊക്കെ മണ്ണ് തെറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെടിച്ചട്ടിയൊക്കെ കഴുകിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും അതിക്ക് മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മഴ പെയ്യുമല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് വീണ്ടും വൃത്തിയാക്കി വെച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്നും പിന്നെ നമ്മൾ ചെയ്യണില്ല. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് നമ്മൾ രാവിലത്തെ കാര്യങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായകടിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ചീര കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് ചീര ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് എടുത്തിട്ട് കറിയാക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരവി വെച്ചതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തു. അതിന് ശേഷം നമ്മളതിൽ ജീരകവും അതുപോലെ ജീരുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, ചുവന്ന ചെറിയ ഉള്ളി, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളച്ച ചീരക്കറിയിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീര പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ചീരയും മുരിങ്ങയൊക്കെ ഇലക്കറികളൊക്കെ അധികം വേവിക്കരുത് എന്നാണല്ലോ പറയണത്. അപ്പോൾ അതുപോലെ ഒരുപാട് വേവിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ വേവിക്കാൻ കാരണം അതിൽ തണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വേവ് മാത്രമേ അതിൽ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന തണ്ട് ആദ്യം ഇട്ടിട്ട് കുറച്ച് നേരം വേവിച്ചു. എന്നിട്ട് അതിന് ശേഷം ആണ് ഇല ഇട്ട് കൊടുത്തിട്ട് രണ്ടാമതൊന്ന് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഇല അധികം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ആ തണ്ടൊന്ന് വെന്തതിന് ശേഷമാണ് ഇല ഇട്ട് കൊടുത്ത് വേവിച്ചത്. പിന്നെ നമ്മൾ അതിലേക്ക് നാളികേരം അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനൊരു വൈകുന്നേരം ആവുന്ന സമയത്ത് തന്നെ ഏകദേശം നാളികേരത്തിൻ്റെ പരിപാടികളൊക്കെ തീർത്ത് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ടിപ്പുകളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഓരോന്ന് പെട്ടെന്ന് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങോട്ട് പോകുന്നും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കൂടി നമ്മൾ ഓരോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കണത് അതും കൂടെ ഒന്ന്
ഉപ്പേരി ആക്കി എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. വേറെ ഒന്നും ചെയ്തില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് നമ്മൾ തേങ്ങ ഇട്ടതും കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. പിന്നെയുള്ള പരിപാടി എന്താണ്, ഇതവിടെ മീൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതായിരുന്നു പരിപാടി കേട്ടോ. പിന്നെ ചുക്കുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിറകൊക്കെ കത്തിച്ചു, വെള്ളമൊക്കെ തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടിക്കാനും തുടയ്ക്കാനും അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഞാൻ വെള്ളമില്ലാത്ത പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അടിക്കലും തുടയ്ക്കലൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വെള്ളമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ നമ്മൾ തട്ടി കൂട്ടിയിട്ട് തുടയ്ക്കലൊക്കെ ചെയ്യും, അതുപോലത്തെ പരിപാടികളാണ് ഞാൻ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. 2 ആഴ്ച കേട്ടോ. അപ്പോൾ അത് ഇന്ന് ഡീപ്പായിട്ട് ക്ലീനിങ് ആയിരുന്നു പരിപാടി കേട്ടോ, അടിക്കലും തുടയ്ക്കലും ആയിട്ട്. പക്ഷേ എനിക്കതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അപ്പൂസ് അവിടെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോണും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവണുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ 12:30 1 മണി ആവാനായിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതേ പെട്ടെന്ന് അപ്പൂസിനെ കുളിപ്പിച്ചു. പിന്നെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ വറുക്കണത് കേട്ടോ. അപ്പോഴേക്ക് ആകെ ഞാൻ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒന്നിച്ച് പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിതാണത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് വെള്ളം കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നവർക്കറിയാം. വീട്ടിലെ പണികൾ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കൊക്കെ ആ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം എടുക്കുന്നവർക്കൊന്നും അതിൻ്റെ ഒരു ആ ഫീല് കിട്ടില്ല കേട്ടോ. നമ്മൾ എന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അതറിയാം. അങ്ങനെ ഓരോ ദിവസം നമ്മൾ വൃത്തിയാക്കുന്നതിലുള്ളൊരു മാറ്റം വരുമ്പോൾ നമുക്ക് ആ മാറ്റം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും എന്താണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. 2 പ്രാവശ്യമൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്നോട് ലാസ്റ്റ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്ന് കിടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താകുമെന്ന് അറിയില്ലല്ലോ, കിടപ്പിലായി പോയ പണിയാവും കേട്ടോ. അങ്ങനെ വിചാരിച്ച് ചോദിക്കുകയാണ്. പണ്ടും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ട് എന്നും ചെയ്യാതെ നിൽക്കണം നമ്മൾ. ഇപ്പോൾ മാറാല തട്ടലായാലും അല്ലെങ്കിൽ ഒന്ന് മുകളിലത്തെ നിലയൊന്ന് തട്ടിക്കൊട്ടാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ പിന്നെ കിടപ്പിലായിരിക്കും 2 ദിവസം എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ പിന്നെയുള്ള അടുക്കള പണി മുഴുവൻ ഏട്ടനാണ് കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഏട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഒക്കെ എടുത്തു. ഇനി ചോറ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഷുഗർ കുറവാണ്. അപ്പോൾ അത് വേഗം ഫീൽ ചെയ്യും കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ മധുരമുള്ളതൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലാണ് എനിക്ക് പ്രശ്നം വരിക. അപ്പോൾ അതേ അങ്ങനെ ചീരക്കറിയും വെണ്ടയ്ക്കുപ്പേരിയും അതുപോലെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ണാണ് കേട്ടോ. പിന്നെ അതേ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ അടിച്ചു വാരാൻ പോകുന്നതിന് മുന്നുള്ള കാര്യമാണിത്. കോൺഫ്ലാക്സ് ഉണ്ടല്ലോ, അത് ആണ്. ഇപ്പോൾ കുറച്ച് പാലും കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് പഞ്ചസാര ഒഴിച്ചിട്ട് നമ്മളതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ, ഏട്ടൻ്റെ അമ്മ കൊടുത്തയച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ബായ്.